കോന്നി MLA KU ജനീഷ് കുമാർ വനം വകുപ്പ് ഓഫീസിലെത്തി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ വന്യജീവി ആക്രമണം രൂക്ഷമാണെന്ന് ചൂണ്ടിക്കാട്ടി പത്തനംതിട്ടയിലെ CPM ജില്ലാ നേതൃത്വം ആനയും കടുവയുമെല്ലാം നാട്ടിൽ ഇറങ്ങിയാൽ മരണമാണ് എന്ന് CPM സംസ്ഥാന സമിതി അംഗം കൂടിയായ KP ഉദയഭാനു പറഞ്ഞു. കേസൊന്നും പ്രശ്നമില്ല എന്നും ഉദയഭാനു പറഞ്ഞു. അതേസമയം സംഭവത്തിൽ വീഴ്ച പറ്റിയത് MLAക്ക് എന്ന് അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ വനം മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി. ആനയ്ക്ക് നാട്ടിലിറക്കുമ്പോൾ ഒരു കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായപ്പോൾ മരിക്കുന്നത് നമ്മളെന്താ വേണം. അതുകൊണ്ട് ആനയും കടുവയും എല്ലാം തന്നെ എല്ലാത്തിനെയും മനത്തേക്ക് നിങ്ങൾ ഓർമ്മിച്ചു ഞങ്ങൾക്ക് പ്രശ്നമുണ്ട്. പക്ഷേ നാട്ടിൽ ഒരു രീതിയിലും ആനയും കടുവയും പുലിയും അതുപോലെ കുരങ്ങും മയിലും ഒന്നും നാട്ടിലിറങ്ങി ജനങ്ങൾക്ക് ശല്യം ഉണ്ടാക്കാനും ജനങ്ങളുടെ ജീവിതത്തിൽ അവർ ഭീഷണിയാകാനും ഒരു കാരണവശാലും സമ്മതിക്കില്ല. ജനങ്ങൾ സംഘടിതമായി ശക്തമായി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ നേരിടും. മനസ്സിലായോ? എന്താ കേസൊക്കെ എത്രയോ പേര് ഞങ്ങൾ കണ്ടാണ്. വല്യമ്മയെ പ്രസവം പഠിപ്പിക്കരുത്. അതുകൊണ്ട് കേസ് കാണിച്ച് ഞങ്ങളെ വരട്ടുണ്ട് കേട്ടോ. കേസിലൂടെ തന്നെ ഞങ്ങൾ വളർന്നു വന്നത്. CK അബിലാൽ വിവരങ്ങളുമായി. അബിലാൽ, ഒന്ന് CPMന്റെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം പൂർണ്ണമായും KU ജനീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നു. ഇത് പാർട്ടിയുടെ നിലപാട് എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ജനീഷ് കുമാറിന്റെ അമിതാവേശമെന്ന് ചില ആളുകളെങ്കിലും വിമർശിച്ചുവെങ്കിലും പാർട്ടി ജനീഷിനൊപ്പമാണ്. അതെ, മലയോര ജില്ലയുടെ ആകമാന വികാസം പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം കൂടി വെച്ച് ഇന്ന് മലയോര ജില്ലയിലെ വന്യജീവി സംഘർഷം വിഷയമാക്കിക്കൊണ്ട് അതിന് പരിഹാരം തേടി കോന്നി DFO ഓഫീസിലേക്ക് CPM തന്നെ മാർച്ച് സംഘടിപ്പിക്കപ്പെട്ടത്. കോന്നി മണ്ഡലത്തിൻ്റെ വിവിധ മേഖലകളിലായി വരുന്ന കോന്നി വിവിധ ഏരിയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മാറിയത്. ചുരുക്കത്തിൽ പ്രകടനം എന്നുള്ളത് ഒരു മലയോര മേഖലയിലെ ജനങ്ങളുടെ പൊതുവികാരത്തിൻ്റെ പ്രകടനമായി മാറുകയാണ് ഉണ്ടായത്. അതിൽ നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൈകാര്യം ചെയ്യണം എന്നുള്ള ആഹ്വാനം നേതാക്കൾ പൊതുവെ പങ്കുവെക്കുകയാണ് ഉണ്ടായത്. CPM മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായിട്ടുള്ള KP ഉദയഭാനുവിൻ്റെ പ്രസംഗത്തിലുടനീളം അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് വന്നത്. മുൻപ് ശ്രീകൃഷ്ണൻ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ കവർന്നുകൊണ്ട് പോകുന്നു എന്നുള്ള തരത്തിൽ ഉള്ള പരാമർശങ്ങൾ പുരാണത്തിൽ വായിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടിലിറങ്ങുന്ന കുരങ്ങുകൾ ഇപ്പോൾ വസ്ത്രങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മറിച്ച് ആനയും അതോടൊപ്പം തന്നെ കാട്ടുപോത്തും പുലിയുമൊക്കെ നാട്ടിലിറങ്ങിയാൽ ചിലപ്പോൾ മരിക്കും. കേസെടുത്താൽ അത് ഞങ്ങൾക്ക് പുല്ലിൻ്റെ വില മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മനുഷ്യനുമായി അല്ല ബന്ധം, വന്യജീവികളുമായാണ് അവർക്ക് കൂടുതൽ സംസർഗം. അതുകൊണ്ട് തന്നെ അവരുടെ സ്വഭാവത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലായി കടന്നു വരുന്നത് എന്നുള്ള വിമർശനവും KP ഉദയഭാനുവിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ചിറ്റാർ ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ പറഞ്ഞത് നാട്ടിലിറങ്ങിയാൽ കാട്ടുമൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നത് തന്നെയാണ്. മുഖ്യമന്ത്രി പരാമർശങ്ങൾ കൂടി ഉൾക്കൊണ്ട് വന്യജീവി അബിലാലിന്റെ ശബ്ദത്തിൽ തകരാറുകൾ ഉണ്ട്. എന്തായാലും CPM ജില്ലാ നേതൃത്വം ആകെ തന്നെ ജനീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നത് മാത്രമല്ല അതൊരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുകയാണ്. മലയോര മേഖലയിലെ ജനങ്ങളുടെ വിഷയം, ജനങ്ങളുടെ വികാരം, അത് ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ കോന്നി DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിന്റെ ദൃശ്യങ്ങളും അതിലെ പ്രസംഗങ്ങളുമാണ് കേട്ടത്.